ഇന്ന് നോക്കുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ട്രിപ്പിൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, 3 കോർ ബ്രാഞ്ചുകളാണ്. 3 കോർ ബ്രാഞ്ചുകൾ. ഇതിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പം ആൾക്കാർ പറയുന്ന ട്രിപ്പിൾ ആണ്. കാര്യം അതൊരു സർക്യൂട്ട് ബ്രാഞ്ച് ആയതുകൊണ്ട്. പക്ഷെ മെക്കും സിവിലും ഒന്നും ഒട്ടും കുറവൊന്നുമല്ല. ആളുകൾ പറയുന്നതാണ് മെക്കും സിവിലൊക്കെ നല്ല ബ്രാഞ്ചുകൾ തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ ഓപ്ഷൻ എൻട്രി ഓർഡർ എന്ന് പറയുന്ന ഫസ്റ്റ് CET, സെക്കൻഡ് TKM, മൂന്നാമത് GC തൃശ്ശൂർ. വേണമെങ്കിൽ നിങ്ങൾക്ക് GC തൃശ്ശൂരിനെ 2ാം സ്ഥാനത്തേക്കും TKMനെ 3ാം സ്ഥാനത്തേക്കും കൊണ്ടുവരാം. പക്ഷേ ഞാനൊരു ഓപ്ഷൻ എൻട്രി കൊടുക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. ഞാൻ TKM എന്തുകൊണ്ട് 2ാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചെങ്കിൽ, TKM ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അധ്യാപകരുടെ ക്വാളിറ്റി, സ്റ്റുഡൻസിൻ്റെ ക്വാളിറ്റി, കോളേജിൻ്റെ ക്വാളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് ഒരു കോളേജിന് ഓട്ടോണമസ് പൊസിഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് TKM ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നീട് ഓട്ടോണമസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ സിലബസ് എന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസമുള്ളതാണ്. അതായത് നമ്മുടെ ബാക്കിയുള്ള ഈ ലിസ്റ്റുള്ള എല്ലാ ഗവൺമെൻറ് കോളേജസും ഏത് സിലബസാണ് ഫോളോ ചെയ്യുന്നത് KTയുടെ സിലബസാണ്. അതേസമയം ഇതിൽ TKM മാത്രമാണ് വേറൊരു സിലബസ് ഫോളോ ചെയ്യുന്നത്. TKMൽ നിങ്ങൾ മെക്ക് സിവിലൊക്കെ എടുക്കുമ്പോൾ ഉള്ള ഇപ്പോൾ ഞാൻ ഒരു മെക്കിൻ്റെ കാര്യം തന്നെ വെച്ചിട്ട് നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. TKMൽ ഈ മെക്കാനിക്കൽ എടുക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ മെക്കാനിക്കൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അവൻ എൻ്റെ കൂടെ പറഞ്ഞ കാര്യമാണ്, ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോക്യാഡൊക്കെ പഠിക്കാനുണ്ടാകും. ഓക്കെ, അത് മെക്കാനിക്കൽ സ്റ്റുഡൻസിന് വേണ്ട ഒരു കാര്യമാണ്. അത് ഫസ്റ്റ് ഇയറിൽ തന്നെ TKMൻ്റെ സിലബസിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഡിനോ എന്ന് പറയുന്ന കാര്യമൊക്കെ, ഓർഡിനോനെ പറ്റിയിട്ട് നിങ്ങൾ ചിലവർ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലവർ കേട്ടിട്ടുണ്ടാവില്ല. അതൊക്കെ TKMൻ്റെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ KTയുടെ പോലെ അല്ല, ഈ എൻഡ് സെമസ്റ്റർ എക്സാമും അതുപോലെ തന്നെ ഇൻറ്റേർണൽ മാർക്കിൻ്റെയും റേഷ്യോ ഓൾമോസ്റ്റ് 50% ആണെന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറച്ചധികം പ്രത്യേകത സിലബസിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ TKMൻ്റെ സിലബസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസിനും ECക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ECയുടെയും ഇതിലും ഞാൻ പറഞ്ഞായിരുന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് GC തൃശ്ശൂറിനേക്കാളും മുമ്പിൽ TKM വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലെന്ന്. ഓക്കെ, പക്ഷേ ട്രിപ്പിൾ മെക്ക് സിവിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു ഓപ്ഷൻ ഉണ്ട് നടത്തുകയാണെങ്കിൽ ഞാൻ സെക്കൻഡ് TKM ആയിരിക്കും വെക്കുക. പിന്നെ വരുന്നത് RIT MA കോളേജ് GSC ബാർട്ടൺ ഹിൽ. ഇതിൽ മെക്കാനിക്കലിനൊക്കെ കുറച്ചുകൂടെ നല്ലത് എനിക്ക് തോന്നുന്നു RITയും MA കോളേജും ആയിരിക്കും. GC ബാർട്ടൺ ഹിൽ മെക്കാനിക്കലിന് അത്ര പോരാ. പിന്നെ സിവിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവർ രണ്ടുപേരുമായിരിക്കും. ട്രിപ്പിളിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഈ RIT MAC ബാർട്ടൺ ഹിൽ നല്ല കോളേജുകളാണ്. 3 പേരും കട്ടയ്ക്ക് നിൽക്കുന്ന കോളേജാണ്. പിന്നെ വരുന്നത് NSS, GC കണ്ണൂർ, GC പാലക്കാട്. ഈ GC പാലക്കാട് ഇലക്ട്രിക്കലിൻ്റെ കാര്യത്തിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു, പക്ഷെ അങ്ങനെ വരാൻ സാധ്യതയില്ല. അത് കഴിഞ്ഞ വർഷം എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. പിന്നീട് GC കോഴിക്കോട്, GC വയനാട്, GC ഇടുക്കി. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ട്രിപ്പിൾ മെക്ക് സിവിലിൻ്റെ ഒരു കാര്യം പറയുന്നത്. ഇത് ഞാനൊരു ഓപ്ഷൻ ഉണ്ട് നടത്തുകയാണെങ്കിൽ എങ്ങനെ വയ്ക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓരോ ആളുകൾക്കും ഓരോ അഭിപ്രായം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ TKM 2ാമത് വെച്ചിട്ട് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ടായിരിക്കും. നിങ്ങൾ GC തൃശ്ശൂർ വയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാനൊരു കാര്യം വയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാനിവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ RIT 4ാം സ്ഥാനത്ത്, MA കോളേജ് 5ാം സ്ഥാനത്ത്, GC ബാർട്ടൺ ഹിൽ. ഈ ഒരു ഓർഡർ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയുള്ളവരുണ്ടാകും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവർ 3 പേരും ഏറെക്കുറെ ബെസ്റ്റ് കോളേജുകളാണ്. നിങ്ങളുടെ ഇഷ്ടത്തിൽ അതും ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാനുള്ള ഈ ഗവൺമെൻറ് എയ്ഡഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി വേറെ നമുക്ക് പ്രൈവറ്റ് വെച്ചിട്ട് IHRD വെച്ചിട്ട് ഗവൺമെൻറ്റും പ്രൈവറ്റും മിക്സ് ചെയ്തിട്ട് ഗവൺമെൻറ്റും IHRDയും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ബ്രാഞ്ചിൻ്റെയും വേണമെന്നുള്ള കാര്യമൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ.